പേര് അഞ്ജു. ഞാൻ എറണാകുളം ജില്ലയിൽ കാലടി ചേരാനല്ലൂരിൽ നിന്ന് വരുന്നു. 8 വർഷമായി ഞാൻ വിദേശത്ത് പോകാനായിട്ട് നോക്കുന്നു, പക്ഷേ ഇതുവരെ സാധിച്ചില്ല. 2017 ജൂലൈ മാസം മുതൽ ഞാൻ വിദേശത്ത് പോകാൻ നോക്കുന്നതാണ്. 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസം ഞാൻ എല്ലാ കാര്യങ്ങളും വെളുപ്പിന് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും കാരുണ്യ പ്രവൃത്തിയും എല്ലാ ദിവസവും പള്ളിയിൽ പോവും, അതുപോലെ കുമ്പസാരിക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. ഞാൻ അതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നോക്കിയത് ഇസ്രായേലിന് പോകാനാണ്. ഇസ്രായേലിന് പോയി എൻ്റെ ഇവിടുത്തെ നാട്ടിലെ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഞാൻ ആദ്യം ഡൽഹിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറയണേ എൻ്റെ പേപ്പർ വർക്കുകൾ ചില മിസ്റ്റേക്കുകളുണ്ട്, അത് തിരുത്തിയിട്ട് വാന്നും പറഞ്ഞ് അവരെന്നെ അവിടെ നിന്ന് വിട്ടു. തിരിച്ച് ഞാൻ ഇവിടെ വന്ന് വീണ്ടും പേപ്പർ വർക്കുകളും മിസ്റ്റേക്കുകളൊക്കെ തിരിച്ച് പോകാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നഴ്സുമാരെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നഴ്സിംഗ് ഫീൽഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഇസ്രായേലിന് പോക്ക് ഞാൻ വേണ്ട, അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് കരുതി ഇറ്റലിക്ക് വെച്ചു. 2 പ്രാവശ്യം ഞാൻ ഇറ്റലിക്ക് വെച്ചിട്ടും അത് റിജക്റ്റായി. അതോടുകൂടി എൻ്റെ മനസ്സ് തളർന്നാണ് ഞാൻ ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, കാനഡയ്ക്ക് പോകാനായിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു. 3 ലക്ഷം രൂപ ഞങ്ങൾ ആദ്യം പേയ്മെൻറ്റ് കൊടുത്തു. മെഡിക്കലും എല്ലാം ചെയ്ത് വിസയ്ക്ക് വെച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തത്. ഡൽഹി പോയി ഞാൻ വിസയ്ക്ക് വെച്ചു. പാസ്പോർട്ട് വന്നെന്ന് പറഞ്ഞ് എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ 5 വർഷത്തേക്ക് എനിക്ക് വിസ റിജക്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ചീറ്റ് ചെയ്താണ്, ഏജൻറ്റ് എന്നെ പറ്റിച്ചതാണ്. അങ്ങനെ കുറേ ഞാൻ വിഷമിച്ചു, മനസ്സാകെ തളർന്ന്. അങ്ങനെ ഓൾറെഡി ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കടമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് പിന്നെ ഇതും കൂടിയും വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല. ഞാൻ പിന്നെ അതോടുകൂടി ഞാൻ പുതുക്കിയില്ല, ഒന്നും ചെയ്തില്ല. അതിനുശേഷം 2023 എനിക്ക് എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്, നീ എത്രയും വേഗം കൃപാസനത്തിൽ പോകുന്നു പറഞ്ഞു. വീണ്ടും ഞാൻ ഇവിടെ വന്ന് പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് 2022 ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി. നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സാണ് പഠിക്കാൻ പോയത്. പോയി കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് കാലടിക്ക് വരുന്ന വഴിക്ക് എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പേഴ്സിലാണ് മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പേഴ്സ് പോയി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ പേഴ്സ് തിരിച്ച് കിട്ടി. പക്ഷെ ഞാൻ ആദ്യം അതിൽ നോക്കിയത് മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടാകുന്ന അത് നഷ്ടപ്പെട്ടിരുന്നു. അതിന് 2023 ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് കാശ് രൂപം വേണം, ഞാൻ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള അവർ എന്നോട് പറഞ്ഞു, പുതിയ ഉടമ്പടി എടുത്താൽ മാത്രമേ ലോക്കറ്റ് കിട്ടുള്ളൂ, അല്ലാതെ ലോക്കറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2023 ഉടമ്പടി എടുത്ത് ഞാൻ പോയി. പിന്നെ ഞാൻ UK വെച്ചത്. UK വെച്ച് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഓഫർ ലെറ്റർ വരും എന്ന് പറഞ്ഞ് അവർ നോക്കിയിരുന്നു. അതിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 4.25 ലക്ഷം രൂപ ഞാൻ വീണ്ടും പേയ്മെൻറ്റ് കൊടുത്തു. ഈ പേയ്മെൻറ്റ് കൊടുത്ത് 3 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഓഫർ ലെറ്ററും വരുന്നില്ല, COSും വരുന്നില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്നും വേണ്ട, എങ്ങനെ പേയ്മെൻറ്റ് തിരിച്ച് തരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് 2.5 ലക്ഷം രൂപ പേയ്മെൻറ്റ് തന്നു. പിന്നെ ബാക്കി എമൗണ്ട് അവർ തരുന്നില്ല. പിന്നെ അതും ഇങ്ങനെ മനസ്സിൽ വിഷമിച്ച് നടന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ എങ്ങും പോകുന്നില്ല, എല്ലാം ഞാൻ മതിയാക്കി, എല്ലാം നിർത്തി, ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് പോയി ഉടമ്പടി ഒന്നും കൂടി പുതുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നത്. പുള്ളി അങ്ങനെ വരാറൊന്നുമില്ല. അന്ന് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കി. മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് മുട്ടിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട്, മാതാവ് ഇത് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എനിക്ക് തായോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് മാതാവിനെ പിടിക്കാൻ മാതാവ് ഒരു അവസരം തന്നു. മാതാവിന് കിട്ടിയത് എനിക്കാണ്. അങ്ങനെ ഞാൻ മാതാവിനെ പിടിച്ചു. കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും, നമുക്ക് എന്തായാലും കിട്ടൂടി, എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാനിനി പോകുന്നില്ല, ഞാൻ നിർത്തി. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ഈ ആരും ഇല്ലാത്തവരെ തെരുവിൽ കിടക്കുന്നവരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. 450ഓളം പേരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ ജോലിക്ക് പോവുക, ഞാൻ പോയി ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൻറ്റി എന്നോട് ചോദിച്ചു, നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വിദേശത്തേക്ക് പോകാൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണോ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് സാലറി മതിയെന്ന് പറഞ്ഞു.
എന്നോട് ചോദിച്ചു നഴ്സിംഗ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നഴ്സിംഗ് അല്ല, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇവിടെ നഴ്സുമാരുടെ ജോലിയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്, കാരണം ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്, മനസ്സ് തളർന്ന അവസ്ഥയിലാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഓക്കെ ഞാൻ സെലക്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു ജോലിക്ക് കയറുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. ഫസ്റ്റ് ഡേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം 450 പേരെന്ന് പറഞ്ഞാൽ മെൻ്റൽ രോഗികളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പേഷ്യൻസ് ഉണ്ട്, ബെഡ് റിഡൻ പേഷ്യൻസ് ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കണം. ഇതൊക്കെ ഞങ്ങൾ ചെയ്തു. തലമുടി വെട്ടി കൊടുക്കുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ജോലി. ഇതെല്ലാം ചെയ്ത് ഫസ്റ്റ് ദിവസം കഴിഞ്ഞു. സെക്കൻഡ് ദിവസം രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് UK പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, ചേച്ചി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനിയില്ല, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ നിർത്തി, എനിക്ക് മനസ്സ് മടുത്തു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ എന്തായാലും ചെയ്ത് നോക്ക്, എന്താവെന്ന് അറിയാമല്ലോ, വെറുതെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, അതേ ഒരു അവസ്ഥയിൽ നിൽക്കണം. അങ്ങനെ അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രെയർ ടൈമാണ്, മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് അവിടെ. ആ സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കണം. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇൻ്റർവ്യൂവിന്. ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കൈ കൊണ്ടെടുക്കും. മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചിട്ട് അവിടുത്തെ കെയർ ഹോമിലെ മാനേജറാണ് എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരുന്നു. അപ്പോഴേക്കും അവിടെ പ്രെയർ മാതാവിൻ്റെ കൊന്ത തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിച്ചു സെൽഫ് ഇൻട്രോ പറയാൻ പറഞ്ഞു. ഞാൻ അത് മാത്രം ഞാൻ പറഞ്ഞു, ബാക്കി അവർക്ക് മൈക്കിൽ കൂടെ ഉള്ള സൗണ്ട് കാരണം അവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ഇതെന്താ സൗണ്ട് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പ്രെയർ ടൈമാണ്, ഇവിടെ പ്രെയർ ആണെന്ന് പറഞ്ഞു. അതോടുകൂടി അവർ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എനിക്കിനി കിട്ടില്ല, അത് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നേക്കാം, ഇൻ്റർവ്യൂ പാസ്സായി, സക്സസ് ആയിട്ടുണ്ട്, ഇയാൾ സെലക്ട് ആയി എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നേക്കാണ്. പക്ഷേ എന്നാലും എനിക്കത് വിശ്വാസം വന്നില്ല, കാരണം ഇതിക്ക് മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായേക്കുന്നതാണ്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു എൻ്റെ മെയിലിലേക്ക്. അതോടുകൂടി എനിക്ക് ഉറപ്പായി, കാരണം ഞാൻ അപ്പോഴാണ് ഞാൻ വിശ്വസിച്ച് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായത് ശരിയാണെന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നെന്നും. അങ്ങനെ അപ്പം തന്നെ ഞാൻ മാതാവിനോട് ഞാൻ 1000 നന്ദി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കൃത്യം 15-ാം ദിവസം എനിക്ക് COS വന്നു. വീണ്ടും 15-ാം ദിവസം വിസയ്ക്ക് വെച്ചു. കൃത്യം 8-ാം ദിവസം എനിക്ക് വിസ വന്നു. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇതെല്ലാം നടന്നത് ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് നടന്നത്. ഞാനിനി നാളെ ഞാൻ UK പോവുകയാണ്, അതും ഒരു ചൊവ്വാഴ്ചയാണ്. ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 2023 അജണ്ട ജപമാല റാലിക്ക് ഞാൻ വന്ന് പങ്കെടുത്തു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത വർഷം നിൻ്റെ ജപമാല റാലിക്ക് മുമ്പ് എന്തെങ്കിലും നീ എനിക്കൊരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് മാത്രം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുള്ളൂ. ഈ ജപമാല റാലിക്ക് ഞാൻ ഉണ്ടാവില്ല, നാളെ ഞാൻ രാവിലെ UK പോവാണ്. മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് കിട്ടിയ അനുഗ്രഹം തീരില്ല. ഞാൻ കൃപാസന പത്രം അവിടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കാറ്. പിന്നെ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പത്രം കൊടുക്കാറ്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടുകളിൽ അടുത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും ചോറും പൊതി ശേഖരിച്ച് ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരും ഇല്ലാണ്ട് കിടക്കണവർക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ തെരുവിൽ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഭക്ഷണപ്പൊതി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുട്ടികൾക്ക് ബുക്കുകൾ മേടിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ മുമ്പിൽ കാണുന്ന ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പരമാവധി മാതാവിനെക്കുറിച്ച് പറയും. ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2022 അജണ്ട ജപമാല റാലിക്ക് എൻ്റെ 3 കൂട്ടുകാരികളെയും കൊണ്ട് ഞാനിവിടെ ജപമാല റാലിക്ക് വന്നത്. അവർ 2 പേരും ഇപ്പോൾ UK ഒരാൾ ദുബായിലാണ്. ദൈവമാതാവിന് 1000 നന്ദി.